കർക്കിടക മാസമാണല്ലേ. അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ എള്ളും കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന വിഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ വളരെയേറെ ഹെൽത്തി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം നമുക്ക് ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന ഒരു എള്ള് സാധനം തയ്യാറാക്കിയാലോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു എള്ള് സാധനം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഹേ ഗായ്സ്, ഇറ്റ്സ് മീ സൗമ്യ. വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. എള്ള് സാധനം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം മസാല തയ്യാറാക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂണ് നമ്മുടെ നാളികേരം, ഉണക്ക കൊപ്ര തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഫ്രഷ് ആയിട്ട് നാളികേരമായാലും കുഴപ്പമൊന്നുമില്ല. അത് ആദ്യം ചൂടാക്കിയതിന് ശേഷം ആഡ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ജീരകം, ഒരു 5-8 വത്തലമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒരു കാശ്മീരി ചില്ലി ഉണക്ക മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആവുന്ന വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2 to 3 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ റോസ്റ്റ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കുരുമുളക് ആഡ് ചെയ്ത് റോസ്റ്റ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു കുഞ്ഞു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എള്ള് ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ എള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെള്ള എള്ളാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് സെസം സീഡ്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും കൂടെ ആഡ് ചെയ്ത് ലോ ഫ്ലെയിം വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്തതിന് ശേഷം ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് ഈ ഒരു മിക്സ്ചർ നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഇത് നന്നായിട്ടൊരു ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നന്നായിട്ടൊരു ഫൈൻ പൗഡറായിട്ട് നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നോക്കിക്കോ, ആ ടെക്സ്ചർ നോക്കിക്കോളൂ, നന്നായിട്ട് ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ഡെപ്പിയിലോ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡെപ്പിയിലാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ തയ്യാറാക്കിയതിന് ശേഷം ഇനി നമുക്ക് എള്ള് സാധനം തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നെയ്യ് താല്പര്യം ഉണ്ടെങ്കിൽ നെയ്യ് ആഡ് ചെയ്തോളൂ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂണ് കടുക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്കൊരു 1 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് 1 ടീസ്പൂണ് നമ്മുടെ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ടേസ്റ്റിനായിട്ട് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂണ് നമ്മുടെ കപ്പലണ്ടി പീനട്ട്സ് ആഡ് ചെയ്ത് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കടല നന്നായിട്ട് റോസ്റ്റ് ആയതിനു ശേഷം ഇതിലോട്ട് ഒരു 2 വത്തലമുളക് ഞുറുക്കി ആഡ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കരിവേപ്പിലയും കൂടെ നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഇതിലോട്ട് 2 to 3 ടേബിൾ സ്പൂണ് കാഷ്യൂ നട്ട് ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, ഏകദേശം നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് റൈസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ബസ്മതി റൈസോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഏത് റൈസോ നമ്മൾ യൂസ് ചെയ്താൽ അത് യൂസ് ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ സാധാരണ വൈറ്റ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ആ ഒരു കപ്പലണ്ടിയും നെയ്യാന്ന് വെച്ചാൽ ഓയിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചേർത്ത് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റൈസ് ആഡ് ചെയ്ത്, അതായത് നമ്മുടെ ചോറ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന എള്ളിൻ്റെ മസാലകളെല്ലാം നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ശേഷം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇവിടെ ചോറ് വേവിച്ചപ്പം ഓൾറെഡി ഉപ്പ് ചേർത്താണ് ഞാനിവിടെ വേവിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ ഉപ്പ് ഇതിൽ ചേർക്കുന്നില്ല. ഉപ്പ് കറക്റ്റ് പാകത്തിനുള്ളതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. നിങ്ങൾ ചോറ് ഉപ്പിട്ട് വേവിച്ചിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു നമ്മുടെ ഈ ഒരു എള്ള് സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സർവിങ് പ്ലേറ്റിലോട്ട് നമുക്കിതൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. പപ്പടത്തിൻ്റെ കൂടെ, അച്ചാറിൻ്റെ കൂടെ, വേറെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ വെറുതെ സാലഡിൻ്റെ ഒപ്പവും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ നമ്മുടെ എള്ള് സാധം. നിങ്ങൾക്ക് വേണമെങ്കിൽ ലഞ്ച് ബോക്സിലൊക്കെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടുകയൊക്കെ ചെയ്യാം. കുട്ടികളൊക്കെ ധാരാളം കഴിച്ചു പോകും. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഏറെ ഇഷ്ടപ്പെടുന്നതായിരിക്കും.
അപ്പോൾ ഇതേ രീതിയിൽ കർക്കിടക മാസം മുഴുവൻ നമുക്ക് ഇതുപോലെ ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഫോളോയും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.